ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭഗവത്ഗീതാരൂപം അധ്യായം 9 ശ്ലോകം 22, 9-ാം അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ശബ്ദാർത്ഥം: അനന്യഃ, അനന്യന്മാരായി, ഞാൻ ഒഴിഞ്ഞ് മറ്റാരുമില്ലാത്തവരായി. ഏ ജനാഹ, ഏതു ജനങ്ങൾ, മാം, എന്നെ, ചിന്തയന്തഃ, ചിന്തിക്കുന്നവരായിട്ട്, പര്യുപാസത്തെ, പര്യുപാസിക്കുന്നുവോ, സേവിക്കുന്നു, നിത്യാഭിയുക്താനാം, നിത്യാഭിയുക്തന്മാരായ, സദാ എന്നിൽ തന്നെ അഭിയുക്തന്മാരായ, തേഷാം, അവരുടെ, യോഗക്ഷേമം, യോഗക്ഷേമത്തെ, ആവശ്യങ്ങളെ, അഹം, ഞാൻ, വഹാമി, വഹിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ് കി. വിവർത്തനം: എൻ്റെ ദിവ്യരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂർണ്ണമായ ഭക്തിയോടെ ആരാണോ എന്നെ എല്ലായ്പ്പോഴും ആരാധിക്കുന്നത് അവർക്ക് വേണ്ടുന്നതെല്ലാം ഞാൻ നൽകും, അവർക്കുള്ളതെല്ലാം ഞാൻ നിലനിർത്തുകയും ചെയ്യും. ഭാവാർത്ഥം: കൃഷ്ണാബോധമില്ലാതെ ഒരു നിമിഷം പോലും കഴിച്ചുകൂട്ടാനാകാത്ത ഭക്തൻ ദിവസത്തിൽ 24 മണിക്കൂറും കൃഷ്ണനെപ്പറ്റി ചിന്തിക്കുന്നു. അയാൾ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, മൈത്രീഭാവം, ആത്മസമർപ്പണം തുടങ്ങിയ കർമ്മങ്ങളിലൂടെ ഭക്തിയോ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ശുഭാവഹങ്ങളും ആത്മീയ പ്രഭാവങ്ങളുമായ ഈ കർമ്മങ്ങൾ ഭക്തനെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. പിന്നെ അയാൾക്ക് ഭഗവത് സമ്പർക്കത്തിലൊഴികെ യാതൊന്നിനും ആഗ്രഹമുണ്ടാവില്ല. ആ ഭക്തന് ഭഗവത് സാമീപ്യം നിഷ്പ്രയാസം സാധിക്കുമെന്നതിൽ സംശയമില്ല. ഇതത്രേ യോഗം. കൃഷ്ണൻ്റെ കൃപാതിരേഖത്താൽ അത്തരം ഒരാൾക്ക് ഒരിക്കലും ഭൗതിക ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് തിരിച്ചു പോരേണ്ടി വരില്ല. ക്ഷേമം എന്നതിന് ഭഗവാന്റെ കരുണാമയമായ രക്ഷയിൽ എന്നർത്ഥം. യോഗത്താൽ കൃഷ്ണാബോധം നേടാനുള്ള യത്നത്തിൽ ഭഗവാൻ ഭക്തനെ സഹായിക്കും. അങ്ങനെ കൃഷ്ണാബോധം ലഭിച്ച ശേഷം ക്ലേശപൂർണമായ ബദ്ധമായ ജീവിതത്തിലേക്ക് വീണ്ടും വീഴാനിടവരുത്താതെ രക്ഷിക്കുകയും ചെയ്യും.
ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖ്യ ചക്ഷുർമീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലയും സ്വയരൂപഗതാമഹ്യം ദദാന്തൈശ്ച പദാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹന രഘുനാഥാം വിദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സന്നിധ ശ്രീലതാ വിശാഖാൻവിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനെ. നമസ്തേ സാരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീത അധ്യായം 9 22 ശ്ലോകമാണ്. അപ്പം വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമാണ്. എനിക്കും എല്ലാവരും കേട്ടൊരു ശ്ലോകം തന്നെയായിരിക്കും ഇത്. പലതവണയും ഇവിടെയും ഈ ശ്ലോകത്തിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടാവും. അപ്പം ഇതിൽ നമുക്കറിയാം 9 അധ്യായം എന്ന് പറഞ്ഞാൽ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ് പറയുന്നത്. അപ്പം അതിലേറ്റവും വളരെ ഉന്നതമായ ഒരു വിദ്യയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പം അതേസമയത്ത് അത് പരമമായ രഹസ്യം കൂടി തന്നെയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഇപ്പം ഇവിടെ ഒരു പൂർണ്ണ കൃഷ്ണാവോധത്തിലുള്ളൊരു ഭക്തന് ഭഗവാന്റെ പ്രൊട്ടക്ഷനെ പറ്റിയാണ് ഈ ശ്ലോകത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം അനന്യസ് ചിന്തയന്തോമാം ഏ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനം യോഗക്ഷേമ മഹാമ്യഹം. നമുക്ക് പലപ്പോഴും അറിയാം ഈ യോഗക്ഷേമ മഹാമ്യഹം എന്ന് പറയുന്നത് നമ്മൾ പല സ്ഥലത്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ആരെങ്കിലും മുമ്പ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു കമ്പനിയുടെ ഒക്കെ ലോഗമായിട്ടുണ്ട്. LICയിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറയുന്നത് അല്ലേ? അപ്പം അവിടെ എന്താണ്, ഒരു വ്യക്തി ചില മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കുള്ള യോഗക്ഷേമം നടത്തുന്നതാണ് അവർ പറയുന്നത് അല്ലേ? പക്ഷേ മരണപ്പെട്ട ശേഷം ഒരിക്കലും ആ ജീവനെ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല അല്ലേ? അപ്പോൾ അവർക്ക് മരണത്തിന് ശേഷം ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് പകരമായിട്ട് അവർക്ക് കുറച്ച് പണമെങ്കിലും കൊടുക്കാനേ സാധിക്കുള്ളൂ. പക്ഷേ ഒരിക്കലും ആ വ്യക്തിയുടെ ജീവൻ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ ഭഗവാൻ കൊടുക്കുന്ന പ്രോമിസ് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ നിരന്തരം ഓർക്കുന്നത്, ഭഗവാനെ പറ്റി ധ്യാനിക്കുന്നത്, ആ ഒരു വ്യക്തിക്ക് എന്താണോ ഉള്ളത് അത് ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇല്ലാത്ത ഭഗവാൻ കൊടുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അനന്യസ് ചിന്ത എന്താണെന്നുള്ള വാക്കാണ് ഇതിൽ ആദ്യം പറയുന്നത് അല്ലേ? അപ്പോൾ ആരാണ് പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തി? അങ്ങനെ ഒരു വ്യക്തിക്കാണ് ഭഗവാൻ ഇവിടെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തി അല്ലെ അനന്യസ് ചിന്ത എന്താണോ. അത് നമുക്ക് അനന്യ എന്ന വാക്ക് പലതവണയും ഭഗവത്ഗീതയിൽ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് നിരന്തരം എന്നാണ് പറയുന്നത്. കൃഷ്ണാബോധം എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക, നമ്മൾ ചിലപ്പോഴും ഒരു സൺഡേ മാത്രം നമ്മൾ വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമോ അല്ല, നമ്മൾ ജസ്റ്റ് രാവിലെ ഒരു 2 മണിക്കൂർ നാമം ജപിക്കുന്നത് മാത്രമല്ല കൃഷ്ണാബോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഉടനീളമുള്ളൊരു അവബോധത്തെയാണ് ഇവിടെ ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അനന്യസ് ചിന്ത എന്തോമാം. അപ്പോൾ കൃഷ്ണാബോധം എന്ന് പറയുന്നത് നമുക്കറിയാം ഓരോ ജീവാത്മാക്കളുടെ ഹൃദയത്തിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഉണർത്തുന്ന ഒരു പ്രോസസ്സാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചൈതന്യ ചരിതാമൃതത്തിൻ്റെ ശ്ലോകത്തിൽ പറയുന്നത് നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധ്യ കപനോയ് ശ്രവണാദി ശുദ്ധിച്ചിത്തെ കര ഉദോയ്. അപ്പോൾ അതിനെന്താണ് പറയുന്നത്? അപ്പോൾ ഈ കൃഷ്ണപ്രേമം എന്ന് പറയുന്നത് എല്ലാ ജീവാത്മാക്കളുടെ ഹൃദയത്തിലുള്ള ഒരു കാര്യമാണ്. അതൊരിക്കലും നമുക്ക് പുറത്തുപോയി വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഈ കൃഷ്ണാബോധം എന്ന് പറയുന്നത് പലപ്പോഴും ഇത് എനിക്കില്ലാത്തൊരു കാര്യമാണ്, ഞാൻ ഇതിനു വേണ്ടി ഞാൻ പ്രയത്നിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം കൃഷ്ണാബോധത്തിൽ നടന്നില്ല, അപ്പോൾ ഞാൻ ഇനി മുതൽ ഇസ്കോൺ വന്ന ശേഷം കൃഷ്ണാബോധത്തിന് കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. പക്ഷേ അങ്ങനെയല്ല പറയുന്നത്. ശരിക്കും കൃഷ്ണാബോധം എന്ന് പറയുന്നത് എല്ലാ ജീവാത്മാക്കളുടെ ഹൃദയത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതെന്താണ്, നമ്മൾ മറന്നിരിക്കുകയാണ് അല്ലേ? പല ജന്മങ്ങളെടുത്ത് നമ്മൾ മറന്നിരിക്കുകയാണ് അല്ലേ? പല ജന്മങ്ങളെടുത്ത് ജന്മമരണ ചക്രത്തിലൂടെ പോയതുകൊണ്ട് നമ്മളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തിനെ പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രോസസ്സാണ് കൃഷ്ണാബോധം. അപ്പോൾ അതിന് വേണ്ട കാര്യം എന്താണ്? ശ്രവണാദി ശുചിത്തെ. എന്താണ് 2 കാര്യമാണ് പറയുന്നത്, ശ്രവണവും കീർത്തനവും. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഭഗവാനെ പറ്റി കേൾക്കുക കാര്യമാണ് ആദ്യത്തെ കാര്യം അല്ലേ? പിന്നെ കീർത്തനം. അപ്പോൾ ശ്രവണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലേ? നമുക്കറിയാം ശ്രവണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭഗവാനെ പറ്റി, ഭഗവാന്റെ തിരുനാമങ്ങളെ പറ്റി കേൾക്കുന്നതും ഭഗവാന്റെ പ്രകീർത്തികളെ പറ്റി കേൾക്കുന്നതൊക്കെയാണ് ശ്രവണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഭഗവാനെയും ഭക്തന്മാരുടെ ഗുണഗണങ്ങളെ പറ്റി കേൾക്കുന്നതാണ്. അപ്പോൾ അതിനാണ് നമുക്ക് ഭഗവത്ഗീത ഭഗവാനെ പറ്റിയുള്ള ഭഗവാന്റെ ഗുണഗണങ്ങളെ പറ്റിയും ഭഗവാന്റെ ഉപദേശങ്ങളെ പറ്റിയും മനസ്സിലാക്കാനാണ് നമുക്ക് ഭഗവത്ഗീത ഉള്ളത്. അതുപോലെ തന്നെയാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം ഉള്ളത് അല്ലേ? ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ അത്രയും ശുദ്ധ ഭക്തന്മാരെ പറ്റി, അവരുടെ കാരുണ്യത്തിനെ പറ്റിയും അവരുടെ പ്രകൃതിയെ പറ്റിയൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. കാരണം ഇത് കേൾക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കൃഷ്ണപ്രേമത്തിന് ഉദിക്കാൻ സാധിക്കുക. അപ്പോൾ അടുത്തതായിട്ട് പിന്നെ പറയുന്നതാണ് കീർത്തനം. കീർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്? ഭഗവാനെ പറ്റിയുള്ള നാമം ജപിക്കുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംഗീതത്തിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഭഗവാനെ പറ്റി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ്. അപ്പോൾ ഈ 2 പ്രോസസ്സാണ് മെയിൻ ബേസിക് നമ്മൾ കൃഷ്ണാബോധത്തിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രവണം കീർത്തനം.
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കുകയും ഭഗവാനെ പറ്റി പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവബോധത്തിൽ കൃഷ്ണനെ പറ്റിയുള്ള ഓർമ്മ നമുക്ക് വരാൻ സാധിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ പോകണം എന്നുള്ള ആഗ്രഹം വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ആദ്യം അദ്ദേഹം എന്താ ചെയ്യുക, അമേരിക്കയെ പറ്റിയൊക്കെ പല ആൾക്കാരിൽ നിന്ന് കേൾക്കും അല്ലേ, അമേരിക്ക ഇങ്ങനെയാണ് അങ്ങനെയാണ്, അല്ലെങ്കിൽ അമേരിക്കയെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അദ്ദേഹം എവിടെയെങ്കിലും വായിക്കും, മനസ്സിലാക്കും, കേൾക്കും. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ഉത്കണ്ഠ അദ്ദേഹത്തിന് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും കൃഷ്ണനെ പറ്റി, കൃഷ്ണനെ സ്നേഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്താ ചെയ്യേണ്ടത്, ആദ്യം കൃഷ്ണനെ പറ്റി കേൾക്കാൻ നമ്മൾ ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇനീഷ്യലി കൃഷ്ണനെ പറ്റി കേൾക്കാനോ ഒന്നും നമുക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. എന്നാലും പക്ഷെ എന്താണ് മനസ്സിലാക്കുക, കാരണം കൃഷ്ണനുമായിട്ടുള്ള സംബന്ധത്തിലൂടെ മാത്രമാണ് ഒരു ജീവാത്മാവിന് യഥാർത്ഥമായിട്ടുള്ള സന്തോഷം നേടിയെടുക്കാൻ സാധിക്കുകയുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പരിപൂർണതയിലോട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, അപ്പോൾ കൃഷ്ണനെ പറ്റി നിരന്തരം കേൾക്കുന്ന സമയത്ത് എന്താണ്, കൃഷ്ണനെ പറ്റി നമ്മൾ കൃഷ്ണൻ്റെ ഗുണങ്ങളെ പറ്റിയും കൃഷ്ണൻ്റെ നാമവും ലീലയും ഇതൊക്കെ പറ്റി കേൾക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ വ്യക്തിയുടെ അവബോധത്തിൽ കൃഷ്ണനെ പറ്റിയുള്ള ഓർമ്മ വരാൻ തുടങ്ങും, ഗുണങ്ങളെ പറ്റിയൊക്കെ. പിന്നെന്താ ചെയ്യുക, അപ്പോൾ അങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് ഭഗവാൻ കൃഷ്ണനെ പറ്റിയുള്ള കൃഷ്ണൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ നമുക്ക് തോന്നും അല്ലേ. അപ്പം നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെളിവെള്ളം ഉള്ള ഒരു ഗ്ലാസ് അല്ലേ, ഒരു ചെളിവെള്ളം അടങ്ങിയ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ അപ്പോൾ അതിലെന്താ ചെയ്യുക, അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ശുദ്ധവെള്ളം അതിലോട്ട് നല്ലോണം ഒഴിക്കുക, അല്ലെ ഫോഴ്സിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിലുള്ള ചെളിയൊക്കെ പുറത്തോട്ട് കവിഞ്ഞൊഴുകും. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ കൂടി നമ്മളെന്താ ചെയ്യുക, നിരന്തരം നമ്മൾ കൃഷ്ണനെ പറ്റി നാമം ജപിക്കുകയും കൃഷ്ണനെ പറ്റി കേൾക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിലുള്ള ആ കൽമഷങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട, അയ്യോ എനിക്ക് ഒരുപാട് ക്രോധമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ലോഭവും ഇതൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ അതിനെങ്ങനെ മാറ്റി വയ്ക്കാം, അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആചാര്യന്മാർ പറയുന്ന പ്രോസസ്സ് എന്താണ്, നമ്മൾ ഭഗവാനെ പറ്റി കേൾക്കുക, ഭഗവാനെ പറ്റി നാമം ജപിക്കുക. അപ്പോൾ ആ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള കൽമഷങ്ങളൊക്കെ അങ്ങനെ കാലക്രമേണ മാറി പോകുമെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് അറിയാം, ഇതിൽ പറയുന്നത് അനന്യശ്ചിന്ത എന്തോ മാം എന്നുള്ള ഇതാണ് പറയുന്നത്, കേൾക്കുന്നത് അനന്യശ്ചിന്ത എന്തോ മാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഭഗവാനെ പറ്റി നിരന്തരം നമ്മൾ ഓർക്കാനുള്ള കാര്യമാണ്. അപ്പോൾ ഭഗവാനെ പറ്റി നിരന്തരം ഓർക്കാനുള്ള വഴി എന്താണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും സംശയം. നമ്മൾ പല പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഭഗവാനെ പറ്റി ഓർക്കാൻ സാധിക്കും? അപ്പോൾ ചിലപ്പം ഒരു വ്യക്തിയെ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അദ്ദേഹം വന്നിട്ട് ഇപ്പോൾ ചിലപ്പം ഒരു പൂർണ്ണമായിട്ടും ഒരു അമ്പലത്തിൽ 24 മണിക്കൂർ സേവനം ചെയ്യുന്ന വ്യക്തിയെ അപേക്ഷിച്ച് ചിലപ്പോൾ അദ്ദേഹത്തിന് ഭഗവാനെ പറ്റി ചിന്തിക്കാനോ ഓർക്കാനോ ഒക്കെ സാധിക്കും. പക്ഷേ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ അപേക്ഷിച്ച് എങ്ങനെ അദ്ദേഹത്തിന് ചിന്തിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അപ്പോൾ ഇതിനുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യമായിട്ടും ഭഗവാൻ നാമരൂപത്തിൽ അവതരിച്ചിരിക്കുന്നത്. അതെന്താണ് പറയുന്നത്, കലികാലേ നാമരൂപേ കൃഷ്ണ അവതാരം. അപ്പോൾ കൃഷ്ണൻ നാമത്തിൻ്റെ രൂപത്തിലാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ നിരന്തരം ഭഗവാനെ തിരുനാമം ജപിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ആ വ്യക്തി ഭഗവാനായിട്ട് കണക്റ്റഡ് ആയിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, ഭഗവത്ഗീത തന്നെ പറയുന്നുണ്ട്, അർജുൻ്റെ അടുത്ത് ഭഗവാൻ പറയാണ് മാം അനുസ്മര യുദ്ധശ. അപ്പോൾ എന്നെ ഓർത്തുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് പറയുന്നത്. അപ്പോൾ അതേ ഇത് തന്നെയാണ്, അതേ ഒരു ഇൻസ്ട്രക്ഷൻ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്തു, അതേ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരാണ്, നിങ്ങൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കൂ. തിരുനാമങ്ങൾ ജപിക്കുന്നതുകൊണ്ട് ഭഗവാൻ ഓർക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം എന്താണ്, തിരുനാമം എന്ന് പറയുന്നത് അബ്സല്യൂട്ടാണ് ആക്ച്വലി. അപ്പോൾ നാമവും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നിരന്തരം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും കേൾക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു വ്യക്തി ഭഗവാന് വേണ്ടി, അർജുനൻ എങ്ങനെ ഭഗവാനോട് യുദ്ധം ചെയ്തു അതിന് തുല്യമായിട്ട് നമുക്കും കൃഷ്ണാവതത്തിൽ ഇരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം ഈ ഒരു ശ്ലോകം പലപ്പോഴും നമുക്കറിയാം, ഭഗവാൻ നമുക്ക് എന്ത് നിലനിർത്തും എന്നുള്ള കാര്യത്തിനെ പറ്റി പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഭൗതികപരമായിട്ടുള്ള കാര്യമാണോ ഭഗവാനോട് പറയുന്നത്, അല്ല ആത്മീയപരമായിട്ടുള്ള കാര്യമാണോ ഉള്ളൊരു സംശയം നമുക്ക് വരാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഭൗതികപരമായിട്ട് നമുക്ക് എന്തൊക്കെ നേടുന്നോ അതൊക്കെ നമ്മൾ കർമ്മം അനുസരിച്ചാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മൾ ശ്രമിച്ചാലും നമുക്ക് കിട്ടാൻ പോകുന്നത് ഇത്രയാണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നമുക്ക് ഒരു പടി കൂടി കൂടുതൽ കിട്ടില്ല ഭഗവാന്റെ കരുണയില്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കുകയാണ്, ഞാൻ ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് വേണ്ട ആത്മീയപരമായിട്ടുള്ള കാര്യത്തിലുള്ള കൂടെ തന്നെ അദ്ദേഹത്തിന് ആത്മീയപരമായിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ഉള്ള ഭൗതികപരമായിട്ടുള്ള ബേസിക് നെസസിറ്റീസ് കൂടി ഭഗവാൻ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ ആചാര്യന്മാർ പറയുന്നൊരു വ്യക്തമായൊരു കാര്യമാണ്. പലപ്പോഴും ഇതിൽ നമുക്ക് അത്രയും വിശ്വാസം കൊടുക്കാൻ പറ്റാറില്ല. എന്നാലും ഞാൻ ജസ്റ്റ് നമ്മളൊരു പ്യൂരിഫിക്കേഷൻ കൊണ്ട് ഞാൻ പറയാം. അപ്പോൾ അതിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഭൗതിക ജീവിതം എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു നിഴൽ പോലെയാണ്, ഷാഡോ പോലെയാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്, പലപ്പോഴും നമുക്ക് ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ആത്മീയ ജീവിതത്തിനെ പ്രോപ്പറായിട്ട് അതിനെ നമ്മൾ ഫോളോ ചെയ്യാതെ ഭൗതിക ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെ നമ്മൾ
ക്ലിയർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് വേറൊരു പ്രശ്നം വരും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഭൗതിക ജീവിതത്തിനെ റിപ്പയർ ചെയ്തുകൊണ്ട് ആത്മീയ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആത്മീയ ജീവിതത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് ഭഗവാൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണോ വേണ്ടത് അത് ഭഗവാൻ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ശാസ്ത്രം എടുത്ത് വായിച്ചാലും ആചാര്യന്മാരുടെ ജീവിതം എടുത്ത് നോക്കിയാലൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു റൂമിൽ ഒരുപാട് ഫാനും ലൈറ്റൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു റൂമിൽ ഇത്രയും ഫാനും ലൈറ്റുള്ള സമയത്ത് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ടാവും അല്ലേ. നമുക്ക് താഴെ എവിടെയെങ്കിലും ഒരു മെയിൻ സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഈ ഓരോ ഫാനും ലൈറ്റും ഓൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് വർക്കാവുമോ? ഇല്ല അല്ലേ. പക്ഷെ അതിന് വരെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ മെയിൻ സ്വിച്ചിന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓരോ സ്വിച്ചും ഇവിടെ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കലി ലൈറ്റ് കത്തും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഭഗവാൻ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ജീവിതം ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് എന്ന് ഭഗവാൻ അറിയാം നമുക്ക് എന്താണോ വേണ്ടതെന്ന്. അപ്പോൾ അത് ഭഗവാൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യമാണ് ഈ ഒരു ശ്ലോകത്തിൽ വ്യക്തമായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നത്. അതാണ് ക്ഷേമം കൊണ്ട് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ഭക്തിയിൽ വരുന്ന സമയത്ത് നമുക്ക് പല പല ആഗ്രഹങ്ങളോടെ ആയിരിക്കും നമ്മൾ വരുന്നുണ്ടാവുക അല്ലേ. നമ്മൾ ഭക്തി സേവനത്തിൽ വരുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും ഭൗതികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഭക്തിയുത സേവനത്തിൽ നമ്മൾ നിരതനാവാൻ വരുന്നത്, ആക്ച്വലി ഭക്തിയിലോട്ട് വരുന്നത്. പക്ഷേ എന്താണ് ശരിക്കും ഭക്തി എന്നുള്ളത് ആചാര്യന്മാർ പറയുന്നത്, അന്യാഭിലാഷതാശൂന്യം ജ്ഞാനകർമാധനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തി ഉത്തമ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം എന്താണ് ഭക്തി? പരിശുദ്ധ ഭക്തിയെ പറ്റി പറയുന്നതാണ് അന്യാഭിലാഷതാശൂന്യം, വേറൊരു ഇച്ഛയും കൂടാതെ അഭിലാഷം കൂടാതെ, ജ്ഞാനകർമാധനാവൃതം, ജ്ഞാനത്തിന് വേണ്ടിയോ കർമ്മത്തിന് വേണ്ടിയോ അല്ലാതെ, ആനുകൂല്യേന കൃഷ്ണാനുശീലനം, എന്താണോ ഭഗവാന് ഇഷ്ടം, ഭഗവാന്റെ ഇച്ഛ എന്താണോ അതനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിനെ നയിക്കുക, അതാണ് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് പരിശുദ്ധ ഭക്തി. എന്താണോ ഭഗവാന്റെ ആഗ്രഹം എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കാര്യമാണ്. അല്ലാതെ നമ്മുടെ ആഗ്രഹം എന്താണ് അനുസരിച്ച് ഭഗവാനെ സേവിക്കുക അല്ല. അതാണ് പരിശുദ്ധ ഭക്തിയുടെ യഥാർത്ഥ വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധ ഭക്തിയെപ്പറ്റി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് നമുക്ക് കൃഷ്ണാബോധ പ്രസ്ഥാനം, ഇസ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ശീലപ്രഭുപാദിൻ്റെയും ഭക്തന്മാരുടെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും കാരുണ്യം കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വരാൻ സാധിച്ചത്. അപ്പം കാരണം നമുക്കറിയാം, ബഹുനാം ജന്മനാമന്ദേ ജ്ഞാനവാൻമാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ വരുന്നവരെന്ന് പറഞ്ഞാൽ വളരെ വിരളമായ ആൾക്കാരാണ് ഇതിലോട്ട് വരുന്നത്. കാരണം നമുക്ക് എല്ലാവരും ഇവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ വന്നിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നിരിക്കുകയാണ്. എന്താണ്? അമൂല്യമായ കൃഷ്ണഭക്തിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ കൃഷ്ണഭക്തിയിലോട്ട് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പ്രക്രിയകളാണ് നമുക്ക് ഇവിടെ ശ്രവണം, കീർത്തനം ഇത്യാദി കാര്യങ്ങളെപ്പറ്റി ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ഭക്തി ചെയ്യുന്നത് എന്തിനാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും ഭക്തി ചെയ്യുന്നതല്ല എൻ്റെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഭൗതികമായിട്ട് എന്തെങ്കിലും നേടാനാണോ? അല്ല. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഭഗവാന്റെ അംശമായതുകൊണ്ട് ഞാൻ ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എനിക്കും സന്തോഷം കിട്ടുന്നുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ എങ്ങനെയാണ് ഒരു വൃക്ഷത്തിൻ്റെ വേരിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ശാഖകൾക്കും ഇലകൾക്കും പൂക്കൾക്കൊക്കെ തുഷ്ടി കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ സന്തുഷ്ടിപ്പെടുത്തുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് എനിക്ക് സന്തോഷം വേണം അല്ലേ. അപ്പോൾ നമുക്ക് ആ സന്തോഷം നേടാനുള്ള വഴി തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്, ഇപ്പോൾ എനിക്ക് മാത്രം സന്തോഷം കിട്ടുന്നതാണോ നല്ലത്, അല്ല എല്ലാവർക്കും സന്തോഷം കിട്ടുന്നതാണോ നല്ലത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എല്ലാവർക്കും സന്തോഷം കിട്ടുന്നതാണോ നല്ലത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും സന്തോഷം കിട്ടാനുള്ള വഴി തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അല്ലേ. നമ്മൾ ഭഗവാനെ നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഭഗവാൻ തൃപ്തിപ്പെടുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കിട്ടും. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൃക്ഷത്തിൻ്റെ വേരിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഇലകൾക്കും പൂക്കൾക്കൊക്കെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. ആ വേരിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു മരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും തുഷ്ടി കിട്ടുന്ന പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നമ്മൾ ആമാശയത്തിൽ ഭക്ഷണം പോകുന്ന സമയത്ത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ശക്തി കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ തൃപ്തിപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കിട്ടും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭഗവാനെ സന്തോഷം കൊടുക്കാനുള്ള വഴിയാണ് നമ്മൾ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുക എന്നുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന തിരുനാമം ജപിക്കുന്ന സമയത്ത് നമ്മളെ അപേക്ഷിക്കണം, അല്ലയോ രാധാറാണി, അല്ലയോ കൃഷ്ണ, എന്നെ അങ്ങയുടെ പരിശുദ്ധ ഭക്തിയിൽ എന്നെ നിരതനാക്കും, അല്ലെങ്കിൽ എന്നെ എൻഗേജ് ചെയ്യും എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ സമർപ്പിക്കുന്നത് ആ മന്ത്രം കൊണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ ജപിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? സേവനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ആ സേവനങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഭഗവാനെ പ്രീതിപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊരു സേവനമാവട്ടെ, ഒരു ചെറിയ സേവനമോ വലിയ സേവനമോ ആവട്ടെ, നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കുക, എനിക്ക് ഈ സേവനം നൽകുന്നത് ഇത് ഭഗവാന്റെയും ഭക്തന്മാരുടെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് ഈ സേവനം കിട്ടിയിരിക്കുന്നതെന്നും, അപ്പോൾ ഈ സേവനത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഇത് ഭഗവാനെ ഭക്തന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള രീതിയിൽ ഞാൻ ഈ സേവനം ചെയ്യണം എന്ന ബോധത്തോടെ നമ്മൾ ചെയ്യുമ്പോഴാണ്
അത് പൂർണ്ണമായിട്ടും ഒരു ഭക്തിയുത സേവനമായിട്ടത് മാറുന്നത്. കാരണം ഭഗവാൻ നോക്കുന്നത് എന്താണ്? നമ്മുടെ ഭക്തിയാണ് അവിടെ നോക്കുന്നത്. നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ എന്ത് വലുതോ ചെറുതോ ആയിക്കോട്ടെ, നമ്മുടെ ഭൗതിക വീക്ഷണത്തിലൂടെ നമ്മൾ കാണുന്ന സമയത്ത് ഇത് ചെറിയ സേവനം, ഇത് വലിയ സേവനം എന്നൊക്കെ നമുക്ക് തോന്നാമായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏതൊരു സേവനമാകട്ടെ അത് എത്രത്തോളം അർപ്പണ ബോധത്തോടെ, അല്ലെങ്കിൽ ഞാൻ ഇത് ഭഗവാന്റെ തൃപ്തിക്കാണ് എന്നുള്ള ബോധത്തോടെ ചെയ്യുമ്പോഴാണ് അത് യഥാർത്ഥമായിട്ടുള്ള സേവനമായിട്ട് ഇത് മാറുന്നത്. ഞാൻ ഈ ഒരു ശ്ലോകത്തിൻ്റെ ഒരു ലെക്ചർ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രഭുപാദും ഇതിന് അനുസൃതമായിട്ടൊരു ചെറിയൊരു കഥ പറയുന്നുണ്ട്, നമുക്ക് എങ്ങനെ ഈ ശ്ലോകത്തിന് മനസ്സിലാക്കാം എന്നുള്ള ഇതിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഒരു ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അനന്താചാര്യ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, അന്ന് കാലങ്ങളിൽ ബ്രാഹ്മണന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ന് കഴിക്കേണ്ട ഭക്ഷണം എന്ന് വെച്ചാൽ അവർ നാളത്തേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി ഇന്ന് അവർ ഒന്നും എടുത്ത് കൂട്ടി വയ്ക്കില്ല. അവർക്ക് അന്ന് പോയി കിട്ടുന്നത് എന്താണോ അത് വെച്ച് അവർ തൃപ്തിപ്പെടും. അപ്പം അങ്ങനെ ഈ അനന്താചാര്യ എന്ന് പറയുന്ന ഈ ഒരു ബ്രാഹ്മണൻ, അപ്പോൾ അദ്ദേഹം വന്നിട്ട് ഒരു ദിവസം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെടുത്ത് സംസാരിച്ച് പറഞ്ഞു, ഞാൻ ഇന്ന് പോയി കുറച്ച് ഭിക്ഷ യാചിച്ച് വരാം. അപ്പോൾ അങ്ങനെ അവർ 1, 2, 3 വീട്ടിൽ പോയി ഭിക്ഷ യാചിക്കും. അതിനുശേഷം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ വെറും കൈയോടെ തിരിച്ചു വരും. ഇത് ഭഗവാന്റെ കാരുണ്യമാണ് മനസ്സിലാക്കിക്കൊണ്ട് അവർ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അങ്ങനെ പോയി. അപ്പോൾ അദ്ദേഹം അങ്ങനെ പോയിട്ട് അന്നേ ദിവസം അദ്ദേഹം പോയി 1, 2, 3 വീട്ടുകളിൽ പോയപ്പോൾ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന് ഭിക്ഷ യാചിക്കാൻ പോയി തിരിച്ചു വന്നു, അപ്പോൾ ഇന്നൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിന്നെ ഭഗവത്ഗീത എടുത്ത ശേഷം അദ്ദേഹം ഈ ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകങ്ങളും വായിച്ചിട്ട് അതിൻ്റെ ഒരു കമൻട്രിയൊക്കെ എഴുതുന്നൊരു കൂട്ടത്തിലാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എടുത്ത ശ്ലോകത്തിന് യാദൃച്ഛികമായിട്ട് അന്ന് വന്ന ശ്ലോകമാണ് ഈ ശ്ലോകം 9:22 എന്ന് പറയുന്ന ശ്ലോകം. അനശ്ചിന്തയോന്തോമം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമ മഹാമ്യഹം. അപ്പോൾ ഈ ശ്ലോകം വായിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നി, അപ്പോൾ ഭഗവാൻ എനിക്ക് വേണ്ടതെല്ലാം തരും എന്ന് പറയുന്നുണ്ടല്ലോ, ഉള്ളത് നിലനിർത്തുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയിട്ട് എനിക്കൊന്നും ഭിക്ഷ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ന് ചിന്തിച്ചു. അപ്പോൾ ചിന്തിച്ച ശേഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇത് കാരണം, ആ സമയത്ത് വിഷമം കാരണം അദ്ദേഹം ചെയ്തു വെച്ചാൽ ഈ ശ്ലോകത്തിൻ്റെ മുകളിൽ അദ്ദേഹം അതിനെ സ്ട്രൈക്ക് ചെയ്തു. ആ ശ്ലോകത്തിൻ്റെ മുകളിൽ അല്ല, ഇത് സാധ്യമല്ല, ഇത് ഭഗവാൻ പറയുന്നത് തെറ്റാണ് എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എപ്പോഴാണോ എൻ്റെ ഇന്ദ്രവൃത്തിക്ക് പൂർണ്ണമായിട്ടും ഭഗവാന്റെ സമ്മതം ഇല്ലാതെ വരുന്നത്, അപ്പോഴാണ് നമുക്ക് തോന്നും ഇത് ഭഗവാൻ പറയുന്നത് ശരിയല്ല എന്നുള്ള തോന്നൽ നമുക്ക് വരും. അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇല്ല, ഭഗവാൻ ഇല്ല, അല്ലെങ്കിൽ ഭഗവാൻ പറയുന്നത് തെറ്റാണ് ഉള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഭഗവാൻ നമുക്ക് ഓരോ ആൾക്കും തരുന്നൊരു പ്ലാൻ വേറെ ആയിരിക്കും അല്ലേ. നമുക്കൊരു പ്ലാൻ എ ഉണ്ടാവും, പ്ലാൻ ബി ഉണ്ടാവും. അപ്പം നമ്മളെ മനസ്സ് പ്രകാരം നമുക്ക് പ്ലാൻ എ പ്രകാരം പോയാലേ എൻ്റെ ജീവിതം വിജയിക്കുമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഭഗവാന്റെ വേറൊരു ഡിവൈനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവും, അത് പ്രകാരമായിരിക്കും നമുക്ക് എല്ലാം കൊണ്ടും ഉന്നതി സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ചിന്തിച്ചു, എൻ്റെ പ്ലാൻ എ ഫെയിലായി, അതുകൊണ്ട് ഇനിയിപ്പം ഭഗവാൻ പറയുന്നതൊക്കെ തെറ്റാണ് എന്നുള്ള ചിന്താഗതിയോടെ അദ്ദേഹം അത് വെട്ടിയ ശേഷം അദ്ദേഹം ഉച്ച സമയത്ത് അദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് നദിക്കരയിലോട്ട് പോയി. അപ്പോൾ അദ്ദേഹം അങ്ങനെ പോയ സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയ ശേഷം അദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം കുളിക്കാൻ പോയി. അപ്പോൾ 2 ബാലകന്മാർ അവിടെ വന്നു. അപ്പോൾ ബാലകന്മാർ വന്നിട്ട് പറഞ്ഞു, ഇത് അങ്ങയുടെ ഭർത്താവായ ഈ ബ്രാഹ്മണ പണ്ഡിതൻ്റെ ശിഷ്യന്മാരാണ് നമ്മൾ. അപ്പോൾ അദ്ദേഹം തന്നുവിട്ട സാധനങ്ങളാണ്. അപ്പോൾ കുറേ ഫലങ്ങളും പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കുട്ടികൾ, ചെറിയ 2 കുട്ടികളാണ്. അപ്പോൾ ഇത്രയും വെയിറ്റോടെ അവർ തൂക്കിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അത്രയും കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഏൽപ്പിച്ച്, അപ്പോൾ ഒരുപാട് ഭക്ഷണമാണെന്ന് വന്നത്. ആക്ച്വലി അവർ ഇതുവരെയ്ക്ക് ഇത്രയും വലിയൊരു ഫീസ്റ്റോ അങ്ങനെയൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അത്രയും ഭക്ഷണം അവർ കിട്ടി, അത്രയും പച്ചക്കറികളും അവർക്ക് ഫലങ്ങളൊക്കെ വന്നു. അപ്പോൾ അവർ തന്നിട്ട് അപ്പം ചിന്തിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഇവർ ഇറക്കി വെച്ച ഉടനെ തന്നെ ആ കുട്ടികളുടെ തോളിൽ ഭയങ്കര ഒരു പാടുപോലൊക്കെ തോന്നി, കാരണം ഇത്രയും വെയിറ്റ് തൂക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, എന്താണ് എൻ്റെ ഭർത്താവ് ഇത്രയും ഒരു കരുണയില്ലാത്തവനാണോ, ഈ ചെറിയ കുട്ടികളെ കൊണ്ട് ഇത്രയും വചനമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇത്രയും വെയിറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിപ്പിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാര്യ കുറച്ച് ചന്ദനം അരച്ചിട്ട് വരാം, നിങ്ങൾ ദേഹത്ത് തടവി തരാം എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിപ്പോയി. പോയ ശേഷം തിരിച്ചു വരുമ്പോഴേക്കും ഈ കുട്ടികൾ കാണുന്നില്ല, അപ്രത്യക്ഷമായി. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം കുളിച്ചിട്ട് തിരിച്ചു വന്ന ശേഷം ഇരിക്കുന്ന സമയത്ത് ഭാര്യ വളരെ ദേഷ്യത്തോടെ പെരുമാറി. അപ്പോൾ പറഞ്ഞു, അങ്ങ് ഇത്രയും വലിയൊരു പണ്ഡിതനാണല്ലോ, എന്നിട്ടാണോ ഈ ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ നിങ്ങൾ ഇത്രയും വലിയ പണികൾ ചെയ്യിപ്പിക്കുന്നത്? അവർ നോക്കും, ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പച്ചക്കറികൾ ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്, നിങ്ങൾ എന്തൊരു കരുണയില്ലാത്തൊരു വ്യക്തിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ശകാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. അപ്പം ബ്രാഹ്മണൻ വിചാരിച്ച് എന്താണ് സംഭവിക്കുന്നത്, ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴേക്ക് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് നോക്കുന്ന സമയത്താണ് കണ്ടത്, അവിടെ ഒരുപാട് നമ്മൾ നോക്കുകയാണെങ്കിൽ പച്ചക്കറികളും ഇതൊക്കെ വന്നിരിക്കുകയാണ് വീട്ടിൽ. അപ്പം ചോദിച്ചു ഭാര്യയുടെ അടുത്ത്, അപ്പോൾ ഇതാര് കൊണ്ടുവന്നു? അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങയുടെ ശിഷ്യന്മാരായ 2 കുട്ടികളാണ് കൊണ്ടുവന്നത്, അവരെ കൊണ്ട് ഇത്രയും വചനം എടുപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അങ്ങേക്ക് കൊണ്ടുവന്നൂടെ എന്നൊക്കെ പറഞ്ഞ സമയത്ത്
അദ്ദേഹം പറഞ്ഞു, അയ്യോ എനിക്കങ്ങനെ ശിഷ്യന്മാരെ ഇല്ലല്ലോ, ഞാൻ ആർക്കും അങ്ങനെ ദീക്ഷയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ആരാണ് ഈ കുട്ടികൾ എന്ന ചിന്തയോടെ അദ്ദേഹം ചിന്തിച്ചു. അപ്പോൾ കുറച്ച് നേരം ശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് വീണ്ടും ആ ശ്ലോകം എടുത്തപ്പോൾ അദ്ദേഹത്തിന് അത് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. ഇത് വേറെ ആരുമല്ല, ഭഗവാൻ കൃഷ്ണനും ബലരാമന്മാരാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഞാൻ ഇത്രയും നേരം മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നേരം വായിച്ച് മനസ്സിലാക്കിയതല്ല യഥാർത്ഥമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ഒരു കാര്യത്തിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ബുദ്ധി കൊണ്ടല്ല മനസ്സിലാക്കുന്നത്, അത് ശാസ്ത്രവും ഗുരുവും സാധുവും അനുസരിച്ചാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ ഇത്രയും നേരം ചിന്തിച്ചു, അതായത് എനിക്കൊന്നും ഭഗവാൻ ഇന്ന് ഭിക്ഷയെ അചിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം ഭഗവാന് വേറൊരു പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ളതാണ് ഇതിൽ തത്വം. അപ്പം അതുപോലെ തന്നെ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് ഓട്ടോമാറ്റിക്കലി ഭഗവാൻ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാം. അപ്പം നമുക്കറിയാം, അപ്പോൾ ഇതിലൊരു തത്വം കൂടി പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ആ ഒരു ഭഗവത്ഗീതയുടെ ശ്ലോകം എടുത്ത് അദ്ദേഹം അതിനെ സ്ട്രൈക്ക് ചെയ്തു, അല്ലേ, ഒരു മാർക്ക് കൊണ്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് നമുക്കറിയാം, കുട്ടികൾ ആ സാധനങ്ങളെ കൊണ്ടുവന്ന സമയത്ത് അവരുടെ തോളിലാണ് ചെറിയ പാടുകൾ വന്നത്. അപ്പം ഭഗവത്ഗീതയും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഭഗവാന്റെ വാക്കുകളും ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി ഭഗവത്ഗീത അവഹേളിക്കുകയാണെങ്കിൽ അവർ ഭഗവാന് അപരാധം ചെയ്യുന്ന തുല്യമാണ് ശരിക്കും നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അത് ഉടനെ തന്നെ അത് മായ്ച്ചു കളഞ്ഞ് അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി മാറി എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ഈ തരുന്ന ഓരോ ഉപദേശങ്ങളും നമ്മൾ അത് ഭഗവാൻ എന്താണ് പറയുന്നതിനുള്ള ആ ഒരു അവബോധത്തോടെ നമ്മൾ എടുക്കുന്ന സമയത്താണ് നമുക്കതിനെ പൂർണ്ണമായിട്ടും അതിനെ ആശ്രയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ശ്രീല പ്രഭുപാദും ആചാര്യന്മാരും ആത്മീയ ഗുരുവര്യന്മാരൊക്കെ. കാരണം നമുക്ക് ചില കാര്യങ്ങൾ നമുക്കറിയാം, ചിലപ്പോൾ ഒരു ശ്ലോകം വായിക്കുന്ന സമയത്ത് അതിൻ്റെ വിവർത്തനം മാത്രം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ശ്രീല പ്രഭുപാദിൻ്റെ കാരുണ്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാവാർത്ഥം എന്ന് പറയുന്നത്. കാരണം ആ ഭാവാർത്ഥം വായിക്കുമ്പോഴാണ് നമുക്ക് എങ്ങനെ ഈ ശ്ലോകം ഇന്നും നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്, അല്ലേ. കാരണം നമുക്കറിയാം, ഭഗവത്ഗീത എന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നതുകൊണ്ട് അതൊരിക്കലും ഈ യുഗത്തിൽ പ്രാക്ടിക്കൽ അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം ഭഗവത്ഗീത എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ഒരു വ്യക്തിക്ക് അത് ഗുരു സാധു ശാസ്ത്ര പ്രകാരം അതിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതിലൂടെ അവരുടെ ജീവിതം പെർഫെക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കും. ഈ ഒരു ഇതിലും അതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഗുരുവിനെ ആശ്രയിച്ച് ഗുരുവിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ടും ആ ഒരു വിദ്യ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശ്രീല പ്രഭുപാദിൻ്റെ ഈ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് റിയലായിട്ടും ഭഗവാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഭഗവത്ഗീതയുടെ പല എഡിഷൻസൊക്കെ വായിച്ചിട്ടുണ്ടാവായിരിക്കും, പക്ഷേ നമുക്ക് ഇത്രത്തോളം ആഴമായിട്ടും നമുക്ക് ഈ ഭാവാർത്ഥം ഇതുപോലെ ശ്രീല പ്രഭുപാദ് പോലെ വേറെ ആരും നമുക്ക് തരാൻ സാധിക്കുക. ഈ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമുക്ക് ഓരോ നിമിഷം ഓരോരോ പോയിന്റാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. തിരുനാമങ്ങളിലെ ഹരേ കൃഷ്ണ മാമന്ത്രത്തിൻ്റെ മഹാത്മ്യങ്ങളെ പറ്റി പറയും, അല്ലെങ്കിൽ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് എന്താണെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടെ ഭക്തി ചെയ്യണം, അങ്ങനെ ഓരോരോ പോയിന്റുകളാണ് നമുക്ക് പലപ്പോഴും പ്രഭുപാദിൻ്റെ ഈ ഭാവാർത്ഥം വായിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം, അപ്പം നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മൾ ചിലപ്പോൾ സേവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡെയിലി നമ്മളൊരു അരമണിക്കൂറെങ്കിലും നമ്മൾ പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാനും നമ്മൾ സമയം കണ്ടെത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഭക്തിയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മനസ്സ് പല പല കാര്യങ്ങൾ പറയും. മനസ്സ് ചിലപ്പോൾ പറയും, അല്ല ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നിപ്പോൾ കുറച്ച് ചൂട് കൂടുതലാണ്, അപ്പോൾ സത്സംഗത്തിൽ പോകണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കും, അല്ല ഇന്ന് വേറെ എനിക്ക് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സ് പല പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ കളിപ്പിക്കും. പക്ഷേ നമുക്ക് നമ്മുടെ ബുദ്ധി ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാലേ നമുക്ക് ആ ഒരു കൺവിക്ഷൻ, ആ ഒരു വിശ്വാസം നമുക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിരന്തരം നമ്മൾ ഡെയിലി നമ്മൾ കുറച്ച് നേരം എടുത്തെങ്കിലും പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുകയാണ് നമ്മളൊരു ശീലമാക്കി മാറ്റണം. നമ്മൾ ഒരിക്കലും നമ്മളിപ്പം വായിക്കുന്നത് നമുക്ക് ദീക്ഷ എടുക്കാനോ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിച്ചെടുക്കാനോ അല്ല ശരിക്കും. കാരണം ഇത് പ്രാവർത്തികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നിരന്തരം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴാണ് നമുക്കത് എനിക്കിത് ചെയ്യണം, എനിക്ക് ആ രീതിയിൽ എനിക്ക് ഭഗവാൻ പരിശുദ്ധ ഭക്തനാണെന്നുള്ള ആഗ്രഹം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാമങ്ങൾ ജപിക്കുന്ന പോലെ തന്നെ നമ്മുടെ ഡെയിലി ഹാബിറ്റായിട്ട് നമ്മൾ പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാനും നമ്മൾ ഒരു സമയം കണ്ടെത്തുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉടനീളം നിൽക്കുന്ന വ്യക്തികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, വർഷങ്ങളോട് നിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരൊക്കെ ശ്രീല പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ അവർ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ്. കാരണം അങ്ങനെ ആശ്രയിക്കുന്ന വ്യക്തികളുടെ അവരുടെ ക്യാരക്ടറിലും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് കാണാൻ സാധിക്കും. കാരണം എത്രത്തോളം അവർ പ്രഭുപാദിനെ പറ്റി അവർ ചിന്തിക്കുന്നു, പ്രഭുപാദിൻ്റെ സ്നേഹമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു മൂവ്മെൻറ്റിൽ ഇരുന്നുകൊണ്ട് അവർ പ്രചരണം ചെയ്യാനൊക്കെ അവർ കാണിക്കുന്നു. നമ്മൾ പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ശ്രീല പ്രഭുപാദിൻ്റെ ലീലാമൃത എന്ന ഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ നമുക്ക് അറിയാൻ സാധിച്ചു, എങ്ങനെ ഭഗവാന്റെ ഭക്തന് വേണ്ടിയിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യത്തെ പറ്റി അറിയാൻ സാധിക്കും. കാരണം അറിയാം, നമുക്ക് ശ്രീല പ്രഭുപാദ് 1960
1965 അദ്ദേഹം അമേരിക്കയിലോട്ട് ജലദൂതയിൽ പോകുന്ന സമയത്ത് വെറും 40 രൂപ കൊണ്ടാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമേ ഇല്ല. അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹം ഇനീഷ്യലി അദ്ദേഹത്തിന് ഒരു ഫാർമസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നഷ്ടത്തിലോട്ട് പോയി. അപ്പോൾ അവിടെയൊക്കെ ഭഗവാന്റെ പ്ലാൻ വേറെ ആയിരുന്നു. പക്ഷെ എന്നാൽ ആ സമയത്തൊന്നും അദ്ദേഹം ചിന്തിച്ചില്ല, അയ്യോ ഭഗവാൻ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചിന്ത വന്നില്ല. അദ്ദേഹം ആ സമയത്ത് ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ഗുരു മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും നിൻ്റെ കയ്യിൽ പൈസ കിട്ടുകയാണെങ്കിൽ നീ ഈ കൃഷ്ണാബോധം നിങ്ങൾ പ്രചരിപ്പിക്കണം, പാശ്ചാത്യ ദേശത്തിൽ പോയി പ്രചരിപ്പിച്ച് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്ത് തന്നെ വിതരണം ചെയ്യണം എന്നുള്ള ആ ഒരു ഇൻസ്ട്രക്ഷനാണ് പ്രഭുപാദിന് അദ്ദേഹത്തിൻ്റെ ഗുരു മഹാരാജ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം 3 തവണയാണ് അദ്ദേഹം കണ്ടത്. 3 തവണയും ഇതേ ഇൻസ്ട്രക്ഷനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം 1965 പോയ സമയത്തും അദ്ദേഹത്തിന് അമേരിക്കയിൽ എത്തിയ ശേഷം എങ്ങോട്ട് പോകണമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ല. നമുക്കിപ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഫോൺ വിളിച്ച് അവിടെ അക്കോമഡേഷനും പ്രസാദൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ പ്രഭുപാദിന് അങ്ങനെയൊന്നും ഒരു ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം അങ്ങനെ അവിടെ പോയ ശേഷവും അദ്ദേഹം ആത്മാർത്ഥമായിട്ടും അദ്ദേഹം ചിന്തിച്ചു, ഞാൻ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഇത് ഭഗവാൻ അങ്ങയുടെ ഇച്ഛയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രചരണം നടക്കട്ടെ എന്ന ചിന്തയോടെ അദ്ദേഹം അവിടെ പോയി പ്രചരണം ചെയ്ത സമയത്ത് അവിടെ ഒരു അദ്ഭുതം തന്നെയാണ് സംഭവിച്ചത് അല്ലേ. അവിടുത്തെ അമേരിക്കനായിട്ടുള്ള പല ഹിപ്പികളായ ആൾക്കാർ കൂടി അവർ കൃഷ്ണാബോധത്തിലോട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കൃഷ്ണാബോധം എന്ന് പറയുന്നത് എല്ലാവരുടെ ഹൃദയത്തിലൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അമേരിക്കക്കാരായതുകൊണ്ട് അവർ ഹൃദയത്തിൽ കൃഷ്ണാബോധം ഉള്ളതുകൊണ്ടാണ് അവർ കൃഷ്ണഭക്തന്മാരെ മാറിയത്. കാരണം അവരെ മറന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെ റീഅവേക്കൻ ചെയ്യുകയാണ് ചെയ്തത് ശീല പ്രഭുപാദ്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഭക്തന്മാരായിട്ട് മാറി. അങ്ങനെ പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ വെറും ഒരു 10 വർഷത്തിൻ്റെ കാലയളവിൽ അദ്ദേഹം 108 അമ്പലങ്ങൾ പണിതു, 14 തവണ ലോകമെമ്പാടും ചുറ്റി 10,000 ശിഷ്യന്മാരെ അദ്ദേഹം ഉണ്ടാക്കി. അപ്പോൾ അതിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ച സമയത്ത് പ്രഭുപാദ് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല എനിക്ക് എൻ്റെ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലാതെ ആയിരുന്നു ആദ്യം ഇനീഷ്യലി 1966 മുമ്പ്. പക്ഷേ ഞാൻ ഇന്ന് ഏറ്റവും വലിയ ധനികനായ വ്യക്തിയാണ്. കാരണം എനിക്ക് ഇന്ന് 10,000-ൽ കൂടുതൽ കുട്ടികളാണ് എനിക്കുള്ളത്. കാരണം എല്ലാ ശിഷ്യന്മാരെന്ന് പറയുന്നത് എന്താണ്, ഒരു ഗുരുവിൻ്റെ മക്കൾ പോലെയാണ്. അപ്പോൾ എനിക്ക് ഇത്രയും അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ കഴിവുകൊണ്ടല്ല, ഇതെൻ്റെ ഗുരുമഹാരാജിൻ്റെ കാരുണ്യവും ഈ എൻ്റെ കൂടെ വന്ന ഈ ശിഷ്യന്മാർ അവരുടെ ആത്മാർത്ഥത മാത്രമാണെന്നാണ് പ്രഭുപാദ് പറഞ്ഞത്. അപ്പോൾ പ്രഭുപാദിൻ്റെ ആ എളിമത്വമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം എളിമത്വം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് റിയലൈസ് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഒരു വ്യക്തിക്ക് എളിമത്വം ഉണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗുണങ്ങളാണ് ഒരു ഭക്തന് വേണ്ടത്. ഒന്ന് എളിമത്വം ഉണ്ടാവണം, പിന്നെ അദ്ദേഹത്തിന് എപ്പോഴും ആ ഒരു നന്ദി ഉണ്ടാവണം അല്ലേ. നമുക്ക് ആ ഹ്യൂമിലിറ്റി ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും അല്ലേ. നമുക്ക് എളിമത്വം, നമുക്ക് ആ ഒരു കൃതജ്ഞത ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് എപ്പോഴും ഭഗവാന്റെ കാരുണ്യത്തിനെ കാണാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയാലും നമ്മൾ ചിന്തിക്കും, എനിക്ക് ഭഗവാൻ ഇത് തന്നില്ല, അത് തന്നില്ല, നമുക്ക് പരാതികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പ്രഭുപാദിൻ്റെ ജീവിതം കാണാൻ സാധിക്കും. പ്രഭുപാദ് ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്തില്ല ഭഗവാന്റെ അടുത്ത്, എനിക്കിതില്ല അല്ലെങ്കിൽ അതില്ല ഭഗവാനെ, എനിക്ക് ഈ ഫെസിലിറ്റി ഇല്ല, ആ ഫെസിലിറ്റി ഇല്ല. പ്രഭുപാദിൻ്റെ ജീവിതം എടുത്ത് നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും എന്തുണ്ടോ അത് വെച്ചുകൊണ്ട് അദ്ദേഹം കൃഷ്ണാബോധത്തിനെ പ്രചരിപ്പിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭഗവാനുള്ള വിശ്വാസവും ഗുരുവിൻ്റെ വാക്യങ്ങളിലുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിന് ആ പരിശുദ്ധ ഭക്തിയിലോട്ട് അതിന് നയിച്ചത് ആക്ച്വലി വന്നത്. അങ്ങനെയാണ് അദ്ദേഹം നമുക്ക് ചിന്തിക്കുന്ന അപ്പുറമാണല്ലോ ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പൊക്കിയതെന്ന് പറയുന്നത് അല്ലേ. നമുക്ക് ശരിക്കും ഒരു സാധാരണ വ്യക്തി കൊണ്ടാവുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതിലുള്ള ഒരേ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രഭുപാദ് പറയുന്നത് വെച്ചാൽ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ വാക്യങ്ങളിൽ എൻ്റെ പൂർണ്ണ വിശ്വാസം ഞാൻ അർപ്പിച്ചു എന്നുള്ള കാര്യമാണ്. അതാണ്. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്കും അതുപോലെ തന്നെ കൃഷ്ണാബോധത്തിൽ ഉയരണം എന്നുണ്ടെങ്കിൽ നമ്മളും അതുപോലെ തന്നെ നമ്മൾ ആത്മീയ ഗുരുവെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളിൽ പൂർണ്ണമായിട്ടും ശരണം അടയാനുള്ള കാര്യം. ശരണം അടയാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളെ നമ്മൾ പാലിക്കാനുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് ഭഗവത്ഗീതയിലൂടെയും ഭക്തന്മാരുടെയൊക്കെ പല ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടും. അപ്പോൾ ഈ ഉപദേശങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ അതിനെ പ്രാവർത്തികമാക്കുമ്പോഴാണ് അതൊരു സാക്ഷാത്കാരമായിട്ടത് മാറുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റിയലി നമ്മളൊരു സ്പിരിച്വൽ ലൈഫ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ ആ ഒരു കാര്യമാണ് എസ്പെഷ്യലി ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ നിരന്തരം നമുക്ക് ആ ഒരു അവബോധം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്സംഗത്തിൽ വരിക, ഭക്തന്മാരിൽ നിന്ന് കേൾക്കുക, പ്രഭുപാദിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടേയിരിക്കുക. കാരണം പ്രഭുപാദിൻ്റെ ഓരോ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ സ്നേഹമാണ് അദ്ദേഹം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും സ്നേഹമുള്ള വ്യക്തിയിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നിന്ന് സംഭവിക്കും, നമുക്കും അതുപോലെ തന്നെ ആ സ്നേഹം ഭഗവാനത്ത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമ്മൾ തിരുനാമങ്ങൾ ശ്രദ്ധയോടെ ജപിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് അറിയാം നമ്മൾ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ നമ്മൾ എത്രത്തോളം ശ്രദ്ധയോടെയാണ് ആ നാമങ്ങൾ ജപിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. കാരണം തിരുനാമ ജപം എന്ന് പറയുമ്പോൾ നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു പ്രൈവറ്റ് ടൈമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഭഗവാൻ മനസ്സിലാക്കും, അപ്പോൾ ഇവന് നാമത്തിനോട് അത്ര രുചിയില്ല, ബാക്കിയുള്ള കാര്യങ്ങളോടാണ് രുചി എന്നുള്ള തോന്നൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അതുകൊണ്ട് നമ്മൾ ജപം ചെയ്യുന്ന സമയത്തും നമ്മൾ എന്താ ചെയ്യുക, രാവിലെ നേരത്തെ എണീറ്റ് നമ്മൾ ബാക്കി എസ്പെഷ്യലി നമ്മുടെ മൊബൈലൊക്കെ മാറ്റി വെച്ചിട്ട് ശ്രദ്ധയോടെ നാമങ്ങൾ ജപിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളത് ചിലപ്പോൾ നമ്മൾ ജപിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും മനസ്സ് പല ചിന്തകളിലോട്ട് പോകുമായിരിക്കാം.
എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ്. അപ്പോൾ അത് ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ സമയം തന്നെയാണ് നമ്മൾ നേരത്തെ രാവിലെ എണീറ്റ് നാമങ്ങൾ ജപിക്കാനുള്ള കാര്യം. കാരണം അങ്ങനെ നമ്മൾ ജപിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും ശ്രദ്ധയോടെ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധയോടെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിന്ന് സംഭവിക്കും, അത്രത്തോളം ഭഗവാന്റെ സേവനങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആ സേവനങ്ങൾ കിട്ടുന്ന സമയത്ത് നമുക്ക് അത്രയും സ്നേഹത്തോടെ നമുക്ക് ചെയ്യാനുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയോടെ തിരുനാമങ്ങൾ ജപിക്കാനുള്ള കാര്യവും. പിന്നെ നമ്മളെന്താ ഡെയിലി നമ്മൾ കുറച്ച് ലെക്ചേഴ്സൊക്കെ, പ്രഭുപാദ ലെക്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആത്മീയ ഗുരുവിൻ്റെ ലെക്ചേഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ ഡെയിലി നമ്മൾ 10-15 മിനിറ്റ് നമ്മൾ കേൾക്കുക. കാരണം നമുക്ക് അവരുടെ കാരുണ്യമാണ് ഈ ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. കാരണം അതിലൂടെ നമുക്ക് എന്താണ്, നമുക്ക് ചിലപ്പോൾ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ ആ ബുക്കിലുള്ള കാര്യങ്ങൾ തന്നെ അവരെന്ത് ചെയ്യുന്നു, അതിനെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഭക്തന്മാരും നമ്മൾ ആത്മീയ ഗുരുവര്യന്മാരൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി കുറച്ച് നേരം എടുത്തുകൊണ്ട് നമ്മളതിനെപ്പറ്റി കേൾക്കുക. പിന്നെ നമ്മൾ പ്രഭുപാദൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സേവനങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ 3-4 കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം, നമ്മൾ ഭക്തിയിൽ നമ്മൾ സ്റ്റെബിലൈസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നമുക്കറിയാം, നമുക്ക് മനസ്സ്, ബുദ്ധി, അഹങ്കാരം 3 കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് ഇതിനെ 3നെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, മനസ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്നത്. എന്താണ്, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ, അല്ലേ, നാമം ജപിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നിരന്തരം ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കും. അതേസമയത്ത് നമ്മൾ ബുദ്ധി ഉണ്ട് അടുത്ത്, അല്ലേ. അപ്പോൾ ബുദ്ധിയെ നമ്മൾ, മനസ്സും ബുദ്ധി ഉണ്ടെങ്കിലും നമുക്ക് പലപ്പോഴും മനസ്സ് ബുദ്ധിയെക്കാളും സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മനസ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുള്ളൂ. അതുകൊണ്ട് ബുദ്ധിയെ നമ്മൾ ഷാർപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ശാസ്ത്രങ്ങളെ വായിക്കുകയാണ് കാര്യം. അതിനാണ് നമുക്ക് പ്രഭുപാദൻ്റെ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം, ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് കൺവിൻസും സാറ്റിസ്ഫൈഡും ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് അടുത്തത്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പോൾ അഹങ്കാരം, അല്ലേ, നമ്മൾ ചിലപ്പോൾ പല നാമം ജപിക്കുകയായിരിക്കും, ഗ്രന്ഥങ്ങൾ വായിക്കുകയായിരിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു അഹങ്കാരം വളർന്നു വരും പലപ്പോഴും. അപ്പോൾ അങ്ങനെ ആ അഹങ്കാരത്തിന് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്തി സേവനങ്ങൾ നമുക്കുള്ളത്, അല്ലേ. നമ്മൾ ആ സേവനം ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ സെൽഫ്ലെസ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ. അല്ല, നമ്മൾ ആദ്യം ഞാനുള്ള ചിന്ത മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ളവർക്ക് സേവനം ചെയ്യാനുള്ള ബോധമാണ് ഒരു വ്യക്തിക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ സേവനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈഗോ അതിന് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടാകും. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു 3 എന്താ പറയുക, ഒരു ട്രൈപോഡ് എന്നൊക്കെ പറയുമല്ലോ, അല്ലേ. നമ്മളൊരു ക്യാമറ നിൽക്കുന്ന സമയത്ത് സ്റ്റാൻഡിന് നമുക്ക് 3 കാലുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മനസ്സിനെയും ബുദ്ധിയെയും നമ്മൾ അഹങ്കാരത്തിനെയും 3നെയും നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആഗ്രഹം, നമുക്ക് ആദ്യം ആഗ്രഹം വേണമെന്നുള്ള കാര്യമാണ്, അല്ലേ. നമുക്ക് ആഗ്രഹമേ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, പിന്നെ ഒന്നുമേ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആഗ്രഹം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ ആഗ്രഹമുള്ള വ്യക്തികളുടെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുക, അവരിൽ നിന്ന് കേൾക്കുക, അവരിൽ നിന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. നമ്മൾ പ്രഭുപാദൻ എസ്പെഷ്യലി അങ്ങനെ ഏറ്റവും ആഗ്രഹമുള്ളൊരു വ്യക്തി തന്നെയാണ് ശീല പ്രഭുപാദൻ. അപ്പോൾ പ്രഭുപാദമായിട്ട് നമുക്ക് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പ്രഭുപാദനെ കണ്ടില്ല, അല്ലെങ്കിൽ പ്രഭുപാദൻ്റെ അടുത്ത് നേരിട്ട് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് കിട്ടിയില്ല, നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രഭുപാദനെ പറയുന്നുണ്ട്, ഞാൻ ഈ ബുക്കുകളിലൂടെ ഞാൻ ജീവിക്കുന്നു എന്നാണ് പ്രഭുപാദ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊരു വ്യക്തിയാണ് ആത്മാർത്ഥമായിട്ട് ശീല പ്രഭുപാദ ഗ്രന്ഥങ്ങൾ വായിക്കുന്നത്, ആ വ്യക്തിക്ക് ഓരോ നിമിഷവും പ്രഭുപാദമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഈ വാക്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ മനസ്സിലാക്കി പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് യഥാർത്ഥമായിട്ടും ജീവിതത്തിൽ ഒരു ഭക്തി മുന്നേറാൻ സാധിക്കുക. അപ്പം ഈ ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിലൂടെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മളിത് ഭഗവാന്റെ തൃപ്തിക്കാണ്, അല്ലെങ്കിൽ ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് എന്നുള്ള ബോധത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. എന്തൊരു കാര്യമായാലും ശരി, നമ്മളിവിടെ തൂക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ പൂജ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രസാദം കുക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വിളമ്പുകയാണ്, ക്ലീൻ ചെയ്യണം, എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമുക്ക് ആ ഒരു അവബോധം, ഇത് ഞാൻ ചെയ്യുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് എന്നുള്ള ബോധത്തോടെ ചെയ്യുമ്പോൾ അത് ഒരു ഭക്തിയുത സേവനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈവൻ ഒരു വ്യക്തി പുറത്തു പോയി ജോലി ചെയ്യുകയാണെങ്കിൽ കൂടി മനസ്സിലാക്കുക, ഞാൻ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ഞാൻ ജോലി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വിഹിതം ഞാൻ ഭഗവാനെ സമർപ്പിക്കുകയാണ്. അപ്പോൾ അതും ഒരു ഭക്തിയുത സേവനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ശീല പ്രഭുപാദ് പറയുന്നൊരു കാര്യമാണ്, ഒരു വ്യക്തി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ബോഡി അല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡ്രസ്സ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പം എന്താ പറയുക, ഒരു വ്യക്തി ബ്രഹ്മചാരിയാണെന്നോ അല്ലെങ്കിൽ സന്യാസിയാണെന്നോ ഒന്നും പ്രഭുപാദ് പറയുന്നില്ല, ഭഗവാനും പറയുന്നില്ല. എന്താ ചെയ്യുക, നമ്മൾ അവബോധം മാറ്റുകയുള്ള കാര്യമാണ്. നമ്മൾ ഏതൊരവസ്ഥയിലുണ്ടോ ആ അവസ്ഥയിൽ നമ്മൾ ബോധത്തിന് കൃഷ്ണാബോധത്തിലോട്ട് മാറ്റുകയുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും റിയലി ഒരു സന്യാസിയാവാൻ സാധിക്കുന്നതാണ്. കാരണം സന്യാസം എന്ന് പറയുന്നത് ഒരു ഡ്രസ്സ് കൊണ്ടുള്ള കാര്യമല്ല. അപ്പോൾ ഏതൊരു വ്യക്തിയാണ് നിരന്തരം ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി സന്യാസിക്ക് തുല്യമാണെന്നാണ് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു ബോധം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സാധന ഭക്തി നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ സമയം എടുത്തുകൊണ്ട് നമ്മൾ 16 മാല ശ്രദ്ധയോടെ ജപിക്കുന്നു, നമ്മൾ പ്രഭുപാദൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, കുറച്ച് ലെക്ചേഴ്സ് നമ്മൾ കേൾക്കുന്നു. ഇതൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അതൊരു നമുക്ക്
നമ്മുടെ സാധന ഭക്തിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അവബോധത്തിൽ നമ്മൾ കൃഷ്ണനെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ ശേഷം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പുറത്തോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ഉടനീളം നമ്മൾ ആ ഒരു ദിവസം എടുത്താൽ തന്നെ ആ ദിവസത്തിൽ നിന്ന് ഉടനീളം നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് കുറച്ച് നേരമെങ്കിലും ഭഗവാനെ പറ്റി ഓർക്കാൻ നമ്മൾ ശ്രമിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമുക്ക് ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് നേരം ഭഗവാനെ നാമം ജപിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഭഗവാനെ പറ്റി നമ്മൾ വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് കൃഷ്ണാവബോധത്തിൽ ഇരിക്കാൻ സാധിക്കുക. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും നമ്മൾ എത്രത്തോളം നമ്മൾ കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് മായയിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ നമുക്ക് സാധിക്കുന്നുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് നമുക്കൊരു ചോയ്സ് ഉണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൃഷ്ണാവബോധത്തിൽ ഏർപ്പെടാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഞാൻ കൃഷ്ണാവബോധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? കൃഷ്ണാവബോധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഭഗവാനും സന്തോഷം കിട്ടും, എനിക്കും സന്തോഷം കിട്ടും, എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷം കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് ഉടനീളം നമുക്ക് സന്തോഷം ഉണ്ടാകും. നമ്മൾ ഭൗതികപരമായിട്ട് നമ്മൾ എന്തൊക്കെ സന്തോഷങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെ എന്താണ്? അത് കുറച്ച് നേരം ക്ഷണികമായിരിക്കും നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. ശീല പ്രഭുപാദ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ഭൗതിക സന്തോഷം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തിയുടെ തല പിടിച്ച് നമ്മൾ വെള്ളത്തിൽ മുക്കിയിടുകയാണ്. മുക്കിയ ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിൽ നിന്ന് എടുത്ത ശേഷം അദ്ദേഹത്തിന് കുറച്ച് നേരം ശ്വാസം എടുക്കാൻ വേണ്ടി സമയം കൊടുക്കുമല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു ദീർഘശ്വാസം എടുത്തിട്ട് വീണ്ടും നമ്മൾ മുക്കുമല്ലോ. അദ്ദേഹത്തെ പിടിച്ച് തല എടുത്തിട്ട് വീണ്ടും വെള്ളത്തിലോട്ട് മുക്കിയിടുന്ന സമയത്ത് ആ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് നേരം ശ്വാസം എടുക്കാൻ കിട്ടുന്ന ഗ്യാപ്പ് പോലെയാണ് ഈ ഭൗതിക സന്തോഷം എന്ന് പറയുന്നത്. കാരണം ആ സന്തോഷം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ആ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ആത്മീയ സന്തോഷം എന്ന് പറയുന്നത് എന്താണ്? അത് എല്ലാവർക്കും കിട്ടും. കാരണം ഭൗതിക സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അപ്പോൾ ഒന്നാം നമ്പർ ആവാൻ സാധിക്കില്ല, അല്ലേ? എല്ലാവർക്കും IAS ആവാൻ സാധിക്കില്ല. പക്ഷേ എല്ലാവർക്കും ശുദ്ധഭക്തന്മാരാവാൻ സാധിക്കും. ആത്മീയ സന്തോഷം എന്ന് പറയുന്നതാണ് എത്ര പേര് ഭഗവാന്റെ ഭക്തന്മാരായാലും അവിടെ ഒരിക്കലും കോമ്പറ്റീഷൻ അവിടെ ഇല്ല. ഒരു കോമ്പറ്റീഷനും ഇല്ലാത്തൊരു ഇതാണ് സ്പിരിച്വൽ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും പരിശുദ്ധ ഭക്തന്മാരാവാനുള്ളൊരു അവസരമാണ് ഈ കൃഷ്ണാവബോധ പ്രസ്ഥാനം തരുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, എനിക്ക് പരിശുദ്ധ ഭക്തി തരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ സമർപ്പിക്കാനുള്ള കാര്യമാണ്. ഈവൻ നമുക്ക് ആഗ്രഹം ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി പ്രഭുപാദ പലപ്പോഴും പറയാറുണ്ട് ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ആഗ്രഹം വരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നാണ് പ്രഭുപാദ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് പരിപൂർണമായിട്ട് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ഓരോ സേവനങ്ങൾ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് നിരന്തരം ആ പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ ആ ഒരു വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ പരിശുദ്ധ ഭക്തി ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ പരിശുദ്ധ ഭക്തിയോടെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിക്ക് ഭഗവാൻ എല്ലാം നിലനിർത്തും എന്നുള്ള കാര്യമാണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായോ എന്ന് അറിഞ്ഞില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കുറച്ച് സമയം കൂടിയുണ്ട്. എന്തെങ്കിലും ഈ ഒരു ടോപ്പിക്കുള്ള സംശയമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ. ധർമ്മവും കർമ്മവും എന്താണ് വ്യത്യാസം? പ്രഭുവിനെ സംശയിച്ച ധർമ്മവും കർമ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പ്രഭുവിൻ്റെ ചോദ്യം. അപ്പം രണ്ട് കാര്യങ്ങൾ നമുക്ക് ഭഗവത്ഗീതയിലും ഭാഗവത്തിലൊക്കെ ഇതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ വരുന്നുണ്ട് പ്രഭു. അപ്പം അപ്പം ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധർമ്മത്തു സാക്ഷാത് ഭഗവത് പ്രണീതം, എന്താണ് ഭഗവാന്റെ ഇച്ഛ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥ ധർമ്മം എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അപ്പം എല്ലാവരും പല പല ധർമ്മങ്ങൾ ഉണ്ടാവായിരിക്കാം, സ്ത്രീധർമ്മം, പുരുഷധർമ്മം, അപ്പം അങ്ങനെ പല ധർമ്മങ്ങളുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക, ഭഗവാനെ സേവനം ചെയ്യാനുള്ളതാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്, അല്ലേ? നമുക്കറിയാം നമ്മളൊരു എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഉപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ പഞ്ചസാര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മധുരമാണ്. അതുപോലെ തന്നെ ജീവാത്മാവിൻ്റെ യഥാർത്ഥ ധർമ്മമാണ്
ഭഗവാനെ സേവനം ചെയ്യുക, ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യം. അപ്പോൾ അതാണ് യഥാർത്ഥ ധർമ്മമായിട്ട് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കർമ്മം എന്ന് പറയുന്നത് പ്രഭു പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് പല പല പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ഡ്യൂട്ടീസ് ഉണ്ടാവും. നമുക്ക് അല്ല കർമ്മം, ഒരു ഗൃഹസ്ഥന് ഒരു കർമ്മം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ബ്രഹ്മചാരിക്ക് ഒരു കർമ്മം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കർമ്മം അപ്പം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കർമ്മത്തിനെ നമ്മൾ കൃഷ്ണാവബോധത്തിലോട്ട് ലയിക്കുന്ന സമയത്ത് അത് ഭക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പല പല കർമ്മങ്ങളുണ്ടെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ യഥാർത്ഥ കർമ്മം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മമാണ് ഉള്ളത്. പക്ഷേ നമ്മൾ പല പല ശരീരങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പല പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും പലപ്പോഴും. അപ്പോൾ അതനുസരിച്ച് പല ആൾക്കാർ ചിന്തിക്കും എൻ്റെ കർമ്മം ഇതാണ്, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ കർമ്മം ഇതാണ് എന്ന് കാണും. പക്ഷേ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ധർമ്മവും കർമ്മവും തമ്മിൽ നോക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ശരിക്കും ഒരു ഭക്തിയുത ഭക്തിയോഗത്തോടെ നമ്മൾ വീക്ഷിക്കുകയാണെങ്കിൽ രണ്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ ഭഗവാനെ സേവനം ചെയ്യാനുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള നമ്മളെ റിസൾട്ടായിട്ട് പറയുന്നത്. രണ്ട് കാര്യങ്ങളിലുള്ള ഉദ്ദേശം. അപ്പോൾ നമ്മളിപ്പം കർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും, അല്ല ഞാൻ എൻ്റെ കർമ്മം എന്ന് പറയുന്നത് ഞാനിപ്പം ധനം സമ്പാദിക്കുകയാണ് എൻ്റെ കർമ്മം, അല്ലെങ്കിൽ കുട്ടികളെ നോക്കുകയാണ് കർമ്മം. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഞാൻ ധനം സമ്പാദിക്കുന്നതോ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നോ എന്ന് പറയുന്നത് ഒരു ഭൗതികപരമായിട്ടുള്ളൊരു കർമ്മമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു വ്യക്തിയെ അപേക്ഷിച്ച് ആ ഒരു വ്യക്തി കൃഷ്ണാബോധത്തിലോട്ട് വരികയുള്ള കാര്യമാണ് യഥാർത്ഥമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ പറയുന്ന ഈ കർമ്മവും നമ്മൾ ഈ ചെയ്യുന്ന കർമ്മവും നമ്മൾ കൃഷ്ണാബോധത്തിലോട്ട് അതിനെ കണക്ട് ചെയ്യുമ്പോൾ അതൊരു നമ്മളെ ധർമ്മമായിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ കർമ്മം പ്ലസ് കൃഷ്ണാബോധം ഈക്വൽ ടു ധർമ്മം എന്ന് നമുക്ക് പറയുന്നത്. ഏതാ ബ്രോ? തൃപ്തി അദ്ദേഹത്തിന് തൃപ്തി ആവുന്നില്ല അല്ലേ? ശരിക്കും നമുക്ക് അറിയാൻ ബ്രോ. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ധർമ്മങ്ങൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാ ധർമ്മവും നമുക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് കുടുംബത്തിൻ്റെ പല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേറെ സമൂഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ എന്താ അപ്പോൾ ആ രീതിയിൽ അപ്പോൾ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യാത്തൊരു വ്യക്തിയാണ് ബ്രൂ പറയുന്നില്ല, ഇതിനെ ഇപ്പം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാം, അപ്പോൾ നിങ്ങൾ പല പല ധർമ്മങ്ങൾ ചെയ്തു നോക്കൂ. അപ്പോൾ ഏതൊരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധർമ്മം ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം കിട്ടുന്നത്. അതാണ് നമ്മൾ റിയൽ ധർമ്മം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ പല പല ധർമ്മം ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ. ചിലപ്പോൾ നമ്മൾ കുറച്ച് മാനവ സേവനം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേറെ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ ചെയ്തെങ്കിലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരു വ്യക്തിക്ക് റിയലി നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു പാർഷ്യലായിട്ടല്ല, നമ്മൾ ഒരു വീക്ഷണത്തോടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ കൃഷ്ണാമോഹത്തിൽ വന്ന ശേഷം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായിട്ട് സംതൃപ്തി കിട്ടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനത്തെ വ്യക്തികളോട് നമുക്ക് പറയാം, നിങ്ങൾ ജസ്റ്റ് വരൂ, കുറച്ച് നേരം നിങ്ങൾ ഈ സേവനം ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ നാമം ജപിച്ച് നോക്കൂ, അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം കാണാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാം. രണ്ടും ഒന്നെന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാവും കർമ്മം ചെയ്യുന്നതാണ് യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത്. പക്ഷേ കാരണം നമുക്ക് ഈ കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അനുസരിച്ചാണ് നമുക്ക് കർമ്മങ്ങൾ വരുന്നത്. പക്ഷെ നമ്മുടെ ശരീരമല്ലാത്തതുകൊണ്ട് ആ കർമ്മവും ശരിക്കും താൽക്കാലികമാണ്. നമ്മളിപ്പോൾ ഇന്ന് പുരുഷ ശരീരം എടുത്തുകൊണ്ട് ഞാനിപ്പോൾ പുരുഷൻ്റെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ സ്ത്രീയുടെ ശരീരത്തിനും സ്ത്രീയുടെ ചിലപ്പോൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ അത് പറയുന്നപ്പോൾ നമ്മുടെ ശരീരത്തിന് ആസ്പദമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ താൽക്കാലികമായതുകൊണ്ട് അതിനൊരു സ്ഥായിയായിട്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല. പക്ഷെ ധർമ്മം എന്ന് പറയുന്നത് മാറുന്നില്ല. അപ്പോൾ സ്ത്രീയായാലും പുരുഷനായാലും ഒരു കുട്ടിയായാലും എല്ലാവർക്കുള്ള ധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനെ തൃപ്തിപ്പെടുത്താനുള്ള കാര്യമാണ് ബ്രോ. താങ്ക് യു ബ്രോ, നല്ലൊരു ക്വസ്റ്റ്യൻ. മറ്റാർക്കെങ്കിലും നിന്ന് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കാം. ഹരേ കൃഷ്ണ. ഓക്കെ ബ്രോ. നല്ലൊരു ചോദ്യമാണ് ബ്രോ ചോദിച്ചത്. എങ്ങനെ അന്യചിന്ത എന്തോ എങ്ങനെ 24 മണിക്കൂറും ഭഗവാനെ പറ്റി നമുക്ക് ഓർക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രഭു ചോദിച്ചിരിക്കുന്നത്. അത് നമുക്കിത് പറയാൻ എളുപ്പമാണെങ്കിലും പ്രവർത്തനത്തിൽ കൊണ്ടുപോയാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രൊഫസർ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനാണ് നമുക്കിതിൽ 24 മണിക്കൂറും നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കണം. അതെങ്ങനെ ഓർക്കാൻ സാധിക്കുന്നതാണ് പ്രഭു ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ഒരു കൃഷ്ണാബോധത്തിലൊരു വ്യക്തി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ ഭഗവാനെ പറ്റി പൂർണ്ണമായിട്ട് ഓർത്തിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്കിത് മനസ്സിലാക്കാം, നമ്മൾ എത്രത്തോളം നമ്മുടെ നാമജപത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെ നാമം ജപിക്കുന്നു അതനുസരിച്ചാണ് നമ്മൾ അവബോധം എപ്പോഴും ഉണ്ടാവുക. നമ്മൾ ഒരു ദിവസം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ഭഗവാനെ തിരുനാമങ്ങൾ ജപിക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കാനുള്ളൊരു അവസരം നമുക്ക് മനസ്സിലുണ്ടാവും. അപ്പോൾ ഒന്ന് വന്നിട്ട് നമ്മളെ സാധന ഭക്തി നമ്മൾ എത്ര ശ്രദ്ധയോടെ ചെയ്യുന്നു ഉള്ള കാര്യമാണ് അതിലൊരു ഫാക്ടർ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഭഗവാനെ പറ്റി ഓർക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ മനസ്സിലുണ്ടാവും. പിന്നെ വന്നിട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൃഷ്ണാബോധം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മുടെ
നാമജപവും ബുക്ക് വായനയും അല്ലെങ്കിൽ സേവനം മാത്രമല്ല, കൃഷ്ണാബോധം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ നിമിഷവും ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓരോ നിമിഷവും ഭഗവാനെ പറ്റി ഓർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ഭഗവാനെ ആശ്രയിക്കാനുള്ള കാര്യമാണ്. നിരന്തരം ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഭഗവാനെ എപ്പോഴും അങ്ങനെ ഓർക്കാൻ സാധിക്കണമേ ഉള്ള ബോധം, അല്ലെങ്കിൽ ആ പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് നമ്മൾ നിരന്തരം നമ്മൾ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കാൻ നമ്മളും ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വന്നിട്ട് നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനുള്ള കാര്യം. രണ്ടാമത് നമ്മൾ തന്നെ നമ്മുടെ അവബോധത്തിനെ നമ്മൾ മാക്സിമം കൃഷ്ണാബോധത്തിൽ കൊണ്ടുവരാനുള്ള കാര്യമാണ്. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ നാമം ജപിക്കാം. കുറച്ച് നേരം നമുക്ക് ശീലപ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ കുറച്ച് നേരം വായിക്കുക, കുറച്ച് നേരം കുറച്ച് ലെക്ചേഴ്സ് നമ്മൾ കേൾക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുന്നതും ശരിക്കും നോക്കുകയാണെങ്കിലും അതും ഒരു കൃഷ്ണാബോധത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കാരണം ഞാൻ ശരീരത്തിന് റെസ്റ്റ് കൊടുത്താലേ എനിക്ക് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും ഇത് കൃഷ്ണന് വേണ്ടിയിട്ടാണെന്നുള്ള ബോധം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ ഭഗവാന്റെ അടുത്ത് നിരന്തരം പ്രാർത്ഥന സമർപ്പിക്കാനുള്ള കാര്യമാണ്. നമുക്ക് അങ്ങനെപ്പറ്റി എപ്പോഴും ഓർക്കാൻ സാധിക്കണമേ ഉള്ള കാര്യം. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അവബോധത്തിൽ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുക, എൻ്റെ ചിന്ത എങ്ങോട്ട് പോകുന്നു ഉള്ള എൻ്റെ ചിന്ത പല സ്ഥലത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ ആ ചിന്തയെ നമ്മൾ ഭഗവാന്റെ അടുത്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ രാവിലെ നേരത്തെ എണീറ്റ് ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ തിരുനാമങ്ങൾ ജപിച്ച് നമ്മൾ ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പരിധി വരയ്ക്കും നമുക്ക് ഭഗവാനെ പറ്റി ഓർക്കാനുള്ളൊരു ശക്തി ബുദ്ധിയും ഭഗവാൻ നമുക്ക് തരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാജുവലി ആ ഒരു ലെവലിലോട്ട് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയറായ ബ്രോ? എനിക്ക് അറിയില്ല, ഞാൻ ഇത്രയും പറഞ്ഞ് ശ്രമിച്ചത്. നമ്മളെല്ലാവരും ആ ഒരു പാതയിൽ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നൊരു ഇതാണ് ബ്രോ. അപ്പോൾ നമ്മൾ ആ ഒരു ഓരോ നിമിഷവും എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പലപ്പോഴും കേട്ടൊരു ലെക്ചറിൽ ഞാൻ കേട്ടൊരു പോയിൻ്റാണ്, നമ്മൾ ഓരോ നിമിഷവും എൻ്റെ ഭക്തിയുടെ ലെവൽ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് പറയുന്നത് ആചാര്യന്മാർ. നമ്മൾ ജൂയിഷ് ബിസിനസ്സുകാരന്മാരുണ്ട്, അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ദിവസവും ബിസിനസ് ക്ലോസ് ചെയ്ത ശേഷം അവർ പൈസ എണ്ണി നോക്കിയിട്ട് നോക്കും, ഇന്നലെ എനിക്ക് ഇത്ര $1 കിട്ടി, ഇന്നലത്തെക്കാട്ട് $1 കൂടുതലാണ് എനിക്ക് നേടിയിട്ടുള്ളത്, അദ്ദേഹം നോക്കും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അവർ ഓരോ $എങ്കിലും കൂട്ടി കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ഭക്തിയെ അറ്റ്ലീസ്റ്റ് ഒരു ലെവലെങ്കിലും അടുത്ത ലെവലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. ഓരോ ദിവസവും നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളങ്ങനെ പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങളെ നമ്മൾ ആശ്രയിക്കുക, പിന്നെ ഭക്തന്മാരും ആത്മീയ ഗുരുവര്യന്മാരിൽ നിന്ന് നമ്മൾ കേൾക്കുക. അവരുടെ ഉത്സാഹവും അവരുടെ ദൃഢനിശ്ചയം കാണുന്ന സമയത്ത് നമുക്കും അങ്ങനെ അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതും ഉണ്ടാവും. ആ രീതിയിൽ നമുക്ക് അത് പരിശ്രമിച്ച് നോക്കാം ബ്രോ. പരീക്ഷ സീരിയസ്നെസ് മാതാജി ചോദിക്കുന്നത്, നമുക്ക് എങ്ങനെ ആ ഒരു സീരിയസ്നെസ് നമുക്ക് ഭക്തി സേവനത്തിൽ അത്രയും സീരിയസ് ആയിട്ട് ആത്മാർത്ഥതയോടെ നമുക്ക് ഭക്തി തന്നെ ചെയ്യണം, ഭക്തി തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ആ ലക്ഷ്യം എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. അപ്പം ഒരു രീതി നോക്കുകയാണെങ്കിൽ മാതാജി ഇപ്പോൾ മാതാജി ചോദിച്ച തന്നെ അതിൻ്റെ ഒരു ഉത്തരം തന്നെയാണ്. കാരണം മാതാജിക്ക് സീരിയസ്നെസ് വേണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് മാതാജി ആ ഒരു ചോദ്യം ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നമ്മൾ കേൾക്കാനുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം ശീലപ്രഭുപാദിന്റെ ശിഷ്യന്മാരും അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് അവർ പറയുന്ന ഓരോ വാക്യങ്ങളും അത്രയും സീരിയസ് ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ആ കേട്ട വാക്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കേൾക്കും, പക്ഷേ ചിലപ്പോൾ മറന്നു പോകും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിന് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഓരോ വാക്യങ്ങൾ നമ്മൾ കേട്ട് അതിനെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്കും അത്രയും സീരിയസ്നെസ്സിനോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കും മാജി. അപ്പോൾ ആ രീതിയിൽ നമ്മളതിനെ കേട്ട് മനസ്സിലാക്കും. നമ്മൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ചില പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്തൊക്കെ ഒട്ടിച്ച് വെക്കുക. അങ്ങനെയൊക്കെയാണ് സീനിയർ ആയിട്ടുള്ള ഡിവോട്ടീസ് ചെയ്യുന്നത്. അപ്പം നിരന്തരം ഞാൻ ഓരോ നിമിഷം അത് കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഗോൾ ഇതാണെന്നുള്ള ആ ഫോക്കസ് എനിക്കുണ്ടാവും. അപ്പം അങ്ങനെ ആ ഫോക്കസ്ഡ് ആകുന്ന സമയത്ത് നമുക്കും ആ സീരിയസ്നെസ്സിലോട്ട് ഗ്രാജുവലി മുന്നോട്ട് വരാൻ സാധിക്കും. പിന്നെ നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ആത്മീയ ഗുരുവിൻ്റെ അടുത്തും ഭഗവാന്റെ അടുത്തും പ്രാർത്ഥിക്കാനുള്ള കാര്യമാണ് ആ സീരിയസ്നെസ് വേണമേ ഉള്ള ചിന്താഗതി. ഹരീഷ് അപരാധങ്ങൾ എങ്ങനെ മാറ്റും? ഓക്കെ മാജി, അപ്പം നമ്മൾ ഭക്തി സേവനം ചെയ്യുമ്പോൾ പല അപരാധങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അപരാധങ്ങൾ എങ്ങനെ മാറ്റാൻ സാധിക്കുന്നതാണ് മാജിക്ക് സ്പെസിഫിക്കലി അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ ജനറലായിട്ട്? ചെയ്യും. അപ്പം ഒരു രീതിയിൽ ഇപ്പം നമ്മൾ ആരെങ്കിലും ഒരു ഭക്തനെ നമ്മൾ വിഷമിപ്പിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ശാസ്ത്രങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് ആ ഭക്തൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ക്ഷമയാചിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈഗോ അതിന് ചിലപ്പോഴും സമ്മതിക്കില്ല നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ മനസ്സിലെങ്കിലും ആ വ്യക്തിയെ കാണുന്ന സമയത്ത് നമ്മൾ ആ പ്രാർത്ഥന സമർപ്പിച്ച് അദ്ദേഹം ചെയ്ത അത് എത്രയോ കാലമായിട്ടും ഭക്തി ചെയ്യുകയാണ്. അപ്പോൾ അത്രയും സേവനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഭഗവാൻ എത്രത്തോളം അദ്ദേഹത്തിന് ഇഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ വ്യക്തിയെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4 നല്ല വാർത്തകൾ, അദ്ദേഹത്തിന് ഒരു 4-5 നല്ല ഗുണങ്ങളെ പറ്റി അദ്ദേഹത്തിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാനുള്ള കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഭഗവാന്റെ അടുത്ത് ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, ഞാൻ അങ്ങനെ ചെയ്തു പോയി, അപ്പോൾ നമുക്ക് പല തെറ്റുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വെച്ചാൽ, ഒന്ന് നമുക്ക് നേരിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മാനസികമായിട്ടെങ്കിലും ആ വ്യക്തി നമ്മൾ കാണുന്ന സമയത്തെങ്കിലും നമ്മൾ മനസ്സിലെങ്കിലും പറയുക എന്നുള്ള കാര്യവും. പിന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ അദ്ദേഹത്തിനെ പറ്റി തെറ്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ അദ്ദേഹത്തിന് നല്ല ഗുണങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുക ബാക്കിയുള്ളവരടുത്ത്. നമ്മൾ ആരെങ്കിലും അതേപറ്റി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഭഗവാൻ നോക്കുന്ന എപ്പോഴും അദ്ദേഹത്തിൻ്റെ നന്മകളാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളും ആ രീതിയിൽ ഒരു ഭക്തനെ കാണാൻ ശ്രമിക്കുകയാണ് കാര്യമാണ്. പക്ഷെ നമ്മൾ വളർന്നു വന്ന ഈ കൾച്ചറിൽ നമുക്ക് പലപ്പോഴും ഒരു വ്യക്തി 99 നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഒരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ആ തെറ്റായ കാര്യത്തിന് മാത്രമേ നമ്മൾ മനസ്സ് കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മെൻറ്റാലിറ്റിയെ നമുക്ക് മാറ്റണം. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് കൃഷ്ണാബോധത്തിൽ വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരെയും അങ്ങനെ പ്രകീർത്തിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിയുടെ നല്ല ഗുണങ്ങളെ പറ്റി നമ്മൾ പ്രകീർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ നല്ല ഗുണങ്ങൾ നമുക്ക് ചേർന്ന് വരും. അതേസമയത്ത് ഒരു വ്യക്തിയെ പറ്റി നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ ആ തെറ്റായ ഗുണങ്ങൾ നമ്മൾ അകത്തോട്ട് വരുന്നതാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് പലപ്പോഴും അങ്ങനെ തെറ്റായിട്ട് പല ചിന്തകൾ വരികയാണെങ്കിൽ കൂടി നമ്മൾ മനസ്സിലൊതുക്കുക. നമുക്ക് പലപ്പോഴും നമ്മൾ സംസാരിച്ചു പോകും. അപ്പോൾ സംസാരിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. അത് സംസാരിച്ചതിനെ പിന്നെ അത് കൂടുതൽ വീണ്ടും വലിയൊരു അപരാധമായിട്ട് മാറുന്നുള്ളതാണ്. മനസ്സിലുള്ളതും അപരാധമായിട്ടാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പം കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഒരുപാട് നേരം ഉണ്ടെങ്കിൽ പിന്നെ അത് അടുത്ത് വാക്കുകളിലോട്ട് വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രവൃത്തിയിൽ വരുന്നതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോൾ ഈവൻ മനസ്സിൽ കൂടി നമ്മൾ വെക്കാൻ പാടില്ല. അപ്പം അങ്ങനെ നമ്മുടെ ബോധത്തിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഭക്തനെ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ നല്ല ഗുണങ്ങളെ പറ്റി ഓർക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ശ്രമിക്കുക. പക്ഷെ നമുക്ക് അങ്ങനെ ആ ഒരു വീക്ഷണം നമുക്കില്ല. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ തെറ്റുകൾ മാത്രം കാണുന്ന ഒരു വീക്ഷണം ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക അത്രത്തോളം അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു കാര്യങ്ങളെ പറ്റിയും. അപ്പോൾ അങ്ങനെ ആ നല്ല ഗുണങ്ങളെ പറ്റി നമ്മൾ ബാക്കിയുള്ളവരടുത്ത് കൂടി നമ്മൾ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കും ആ നല്ല ഗുണങ്ങൾ വരുന്നതാണ് ശാസ്ത്രങ്ങളും പറയുന്നത്. ശ്രീമദ് ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്.